friends, it is me Anas Vilay. Welcome back to my channel. ഇന്ന് നമ്മൾ ഇവിടെ പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ മൊബൈലിന്റെ പവർ ബട്ടൺ മിസ് ആയി കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഡാമേജ് ആയി കഴിഞ്ഞാലോ നമ്മൾ മലയാളീസ് പൊതുവെ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ്. എന്തെങ്കിലും ചെറിയ ടൂൾസ് ഉപയോഗിച്ചിട്ടോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സേഫ്റ്റി പിൻ പോലുള്ള വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടോ പവർ ബട്ടൺ പ്രസ് ചെയ്യും. അങ്ങനെ ഒരുപാട് പ്രസ് ചെയ്യുമ്പോൾ നമ്മുടെ പവർ ബട്ടൺ കംപ്ലൈൻ്റ് ആയി ഡാമേജ് ആയി പോകും. അങ്ങനത്തെ ഒരു ഡാമേജ് നമുക്ക് പെട്ടെന്ന് തന്നെ ശരിയാക്കി എടുക്കാവുന്നതാണ്. അങ്ങനത്തെ ഒരു വീഡിയോ ആണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. സോ ഓക്കെ ഗൈസ്, അപ്പോൾ എങ്ങനെയാണ് നമുക്ക് സർവീസ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് MIയുടെ 3S Prime എന്ന ഫോണാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്ക് നമ്മൾ ഓൾറെഡി ഊരി വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ? ബാക്ക് ഇതുപോലെ ഊരി എടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ പവർ ബട്ടൻ്റെ സ്റ്റിക്കറൈസ്ഡ് ആയിട്ടുള്ള ഒരു ഭാഗമുണ്ട്. അങ്ങനെ അതിനുള്ളിൽ കാണുന്ന ബബിൾ പേഡ്, ആ ബബിൾ എടുത്തിട്ട് നമുക്ക് ആ ബബിൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് അതിൻ്റെ പവർ ബട്ടൺ ഓൺ ആവുന്നതാണ്. അപ്പോൾ നമുക്ക് അതിനായിട്ട് ചെറിയൊരു പഴയൊരു ഫോണുണ്ട്, ഓൺ ആവാത്തൊരു ഫോണാണ്. അപ്പോൾ ഈ ബബിൾ പേഡ് ഇവിടുന്ന് റിമൂവ് ചെയ്തിട്ട് നമുക്ക് ചെറിയൊരു ഫോണിൻ്റെ സ്വിച്ച് ഉണ്ടല്ലോ, ആ സ്വിച്ചിൻ്റെ ഉള്ളിൽ കാണുന്ന ബബിൾ പേഡ് എടുത്തിട്ട് നമുക്ക് ഇതിന് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഞാൻ ഇവിടെ ഈ ചെറിയ ഫോൺ ഇവിടെ അയച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബബിൾ പേഡ് എടുത്തിട്ട് നമുക്ക് മറ്റേതിന് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. ബബിൾ പേഡ് എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പോൾ ഇതിൻ്റെ സ്വിച്ചിൻ്റെ താഴെ കാണുന്ന സ്വിച്ചിൻ്റെ ഈ താഴെ കാണുന്ന ഒരു ചെറിയ ഒരു കോപ്പർ കമ്പിയാണ് ഈ ബബിൾ പേഡ് എന്ന് പറയുന്നത്. ഒരു നിസാരമായിട്ടുള്ള സംഗതിയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൻ്റെ പഴയ ബബിൾ പേഡ് ഇവിടുന്ന് കളഞ്ഞിട്ടുണ്ട്. ഇനി പുതിയ ബബിൾ പേഡ് നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, അത് നമ്മളിവിടെ ഫിറ്റായി കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഇൻസുലേഷൻ ടൈപ്പ് ഉപയോഗിച്ചിട്ട് ഇവിടെ ഒട്ടിച്ചു കൊടുക്കാം. നമ്മളിവിടെ ഇൻസുലേഷനൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് പഴയ പോലെ തന്നെ ഇത് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫിംഗർ കണക്ട് ചെയ്യുക, എന്നിട്ട് ബാക്ക് ഫിറ്റ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഓണാക്കി നോക്കാം. കട്ട് ചെയ്യും. അപ്പോൾ നമ്മളിത് കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഓണാക്കി നോക്കാം. ഓക്കെ ഗൈസ്, ഓക്കെ, ഓണായി വരുന്നുണ്ട്. ഇപ്പം ബട്ടണൊക്കെ നല്ല സ്മൂത്ത് ഉണ്ട്, ആദ്യത്തെ പോലെ ഒന്നല്ല, നല്ല സ്മൂത്തായിട്ട് നമുക്ക് പ്രസ് ചെയ്യാനൊക്കെ കഴിയുന്നുണ്ട്. ഇവിടെ പോയ ബട്ടണിന് പകരം ഞാനൊരു വേറൊരു ബട്ടൺ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചതാണ്. ഓക്കെ, ഫോൺ ഇതാ കറക്റ്റായിട്ട് ഓണൊക്കെ ആയി വരുന്നുണ്ട്. ഓക്കെ ഗൈസ്, ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും എത്തുന്നത് വരെ സൈൻ ഔട്ട് ഫ്രം pathayam.com.